വെൽക്കം ടു ലെറ്റ്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക്ക് സിറ്റിസൺഷിപ്പ് അണ്ടർ ദ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആണ്. ആർട്ടിക്കിൾ 11 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആണ് അക്വസിഷൻ, ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് എല്ലാം ഗവേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓവർസീസ് സിറ്റിസൺഷിപ്പിനെ റെഗുലേറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ പ്രൊവിഷൻസും ഗവേൺ ചെയ്യുന്നത് നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആണ്. നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് പല തവണകളിലായിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്. 1986, 1992, 2003, 2005 ആൻഡ് കറന്റ്ലി 2015. അപ്പൊ നമുക്ക് 5 മെത്തേഡ് വഴിയാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ നമുക്ക് 5 മോഡ്സ് നോക്കാം. ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ആണ്. സെക്ഷൻ 3 ഓഫ് ദ സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തി ഇപ്പൊ ഇന്ത്യയിലാണ് ജനിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് കിട്ടും. പക്ഷെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇപ്പം ആ വ്യക്തി 26 ജനുവരി 1950 അല്ലെങ്കിൽ 1 ജൂലൈ 1987 ഈ ഡേറ്റുകൾക്ക് ഇടയിൽ ജനിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 ജൂലൈ 1987, 3 ഡിസംബർ 2003 ഈ 2 ഡേറ്റുകൾക്കിടയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷെ ആ വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ 3 ഡിസംബർ 2003 ആ 3 ഡിസംബറിലോ ആ ഡേറ്റിലോ അല്ലെങ്കിൽ ആ ഡേറ്റിന് ശേഷമോ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷെ ആ വ്യക്തിയുടെ എന്താണ് ബോത്ത് പേരൻസും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ഒരു പേരന്റ് അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസണും മറ്റു പേരന്റ് ഇല്ലീഗൽ മൈഗ്രന്റും ആവരുത്. ദാറ്റ് മീൻസ് ഒരു ലീഗൽ പെർമിറ്റോട് കൂടി ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. പിന്നെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പേരൻസ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏലിയൻ എനിമീസ് ആണെങ്കിൽ ആ പേരന്റിന് ചൈൽഡിന് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് അക്വയർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മറ്റൊരു കൺട്രിയിൽ വന്ന് ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ ഹോസ്റ്റ് കൺട്രിക്ക് അറസ്റ്റ് ചെയ്യാനോ സ്യൂ ചെയ്യാനോ പണിഷ് ചെയ്യാനോ സാധിക്കത്തില്ല. അതാണ് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്താണ് ഏലിയൻ എനിമിക്കോ ആ വ്യക്തിയുടെ ചൈൽഡിന് എന്താണ് സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് കിട്ടത്തില്ല. ഇനി അടുത്ത സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ് ആണ്. സെക്ഷൻ 4 ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആണ് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ത്യയുടെ ഔട്ട്സൈഡ് ആണ് ജനിക്കുന്നത്. ആ വ്യക്തി താഴെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ് കിട്ടും. 26 ജനുവരി 1950 അല്ലെങ്കിൽ 10 ഡിസംബർ 1992 ഈ 2 ഡേറ്റുകൾക്കിടയിൽ ഇന്ത്യയുടെ പുറത്ത് ജനിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഫാദർ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ആ വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ് കിട്ടും. ഇനി അടുത്തത് 10 ഡിസംബർ 1992 അല്ലെങ്കിൽ അതിന് ശേഷമോ ഇന്ത്യയുടെ പുറത്ത് ജനിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരു പേരന്റ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ആ വ്യക്തിക്കും സിറ്റിസൺഷിപ്പ് ബൈ ഡിസെന്റ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വ്യക്തി ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ കൺസുലേറ്റ് വഴി ആ വ്യക്തിയാണെങ്കിൽ സിറ്റിസൺഷിപ്പ് വിതിൻ 1 ഇയർ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതേ സമയത്ത് ആ വ്യക്തിയുടെ പേരന്റ് അച്ഛനോ അമ്മയോ ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വ്യക്തിക്ക് ഓൾറെഡി ഒരു ഫോറിൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി 18 വയസ്സായതിനു ശേഷം വിതിൻ 6 മന്ത്സ് ഈ ഫോറിൻ സിറ്റിസൺഷിപ്പ് റിനൗൺസ് ചെയ്യണം. ദാറ്റ് മീൻസ് റിജക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടത്തുള്ളൂ. ഇനി അടുത്തത് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ ആണ്. സെക്ഷൻ 5 ആണ്. സെൻട്രൽ ഗവൺമെന്റിന് ഒരു വ്യക്തിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് ചെയ്യുന്ന സിറ്റിസൺഷിപ്പ് ആണ് സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന ആ ആപ്ലിക്കന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ പെർമിറ്റോട് കൂടി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇല്ലീഗൽ മൈഗ്രന്റ് ആവാൻ പാടില്ല. അപ്പം ഏതൊക്കെ വ്യക്തികൾക്കാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. എലിജിബിൾ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ഒരു വ്യക്തി ഇന്ത്യയിൽ ജനിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് 7 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ഒറിജിൻ ആണ് ഉള്ളത്, ആ വ്യക്തി ഇന്ത്യയുടെ പുറത്ത് അൺഡിവൈഡഡ് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസന്റെ ഒരു സ്പൗസിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ആ സ്പൗസ് ഇന്ത്യയിൽ 7 വർഷമായിട്ട് താമസിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസന്റെ മൈനർ ആയിട്ടുള്ള ചിൽഡ്രന് എന്താണ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പേരൻസ് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ആ വ്യക്തിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ മുന്നേ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു, അതുപോലെ തന്നെ 1 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ഒരു OCI കാർ ഹോൾഡർ ആണ്, 5 വർഷത്തേന് ഒരു OCI കാർ ഹോൾഡർ ആണ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാർ ഹോൾഡർ 1 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷന് വേണ്ടി. ഈ OCIനെ പറ്റി നമ്മൾ ഇനി മുന്നേ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി ഇപ്പൊ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഒരു ഓർഡിനറി റെസിഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നാകെ 12 മാസം കണ്ടിന്യൂസ്ലി ഇന്ത്യയിൽ താമസിച്ച ഒരു വ്യക്തിനെയാണ് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നാകെ ഉള്ള ആ 8 വർഷത്തിന് തൊട്ട് മുന്നേ 6 വർഷം ഇന്ത്യയിൽ താമസിച്ച ഒരു വ്യക്തിനെ ഓർഡിനറി റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നാകെ ഉള്ള 8 വർഷം, അതിന് തൊട്ട് മുന്നേ ഉള്ള 6 വർഷം ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തിനെ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയും. ഇനി അടുത്തത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ ആണ്, സെക്ഷൻ 6ന്റെ അകത്താണ് പറയുന്നത്. ഇതും നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഒരു വ്യക്തി സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഗ്രാന്റ് ചെയ്യുന്ന സിറ്റിസൺഷിപ്പ് ആണ് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ. ഇവിടെയും ആപ്ലിക്കന്റ് ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് ആവാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ലീഗൽ മൈഗ്രന്റിന് മാത്രമേ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബാർ ചെയ്യുന്ന, മീൻസ് ഇന്ത്യ ലിമിറ്റ് ചെയ്യുന്ന, ഇന്ത്യ ബാർ ചെയ്യുന്ന ഒരു കൺട്രിയുടെ സിറ്റിസൺ ആവാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള സിറ്റിസൺഷിപ്പ് അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ 12 മാസമായിട്ട് താമസിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ തന്നെ തൊട്ട് മുന്നേ ഉള്ള 15 വർഷം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം പല സമയങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിച്ചിട്ടില്ലേ, അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ ആ 15 വർഷത്തിന്റെ അകത്ത് ഒരു 14 വർഷമെങ്കിലും ടോട്ടലായിട്ട് കിട്ടണം. അങ്ങനെ 14 വർഷം താമസിച്ച ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നാകെ 12 മാസവും ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഗുഡ് ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അറിയാവുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ആ വ്യക്തിക്ക് എന്താണ്, ഇന്ത്യയിൽ താമസിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്യാനോ ഒരു ഇന്റൻഷൻ ഉള്ള വ്യക്തി ആയിരിക്കണം. ഇനി സ്പെഷ്യൽ പ്രൊവിഷൻ നോക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ സയൻസിലേക്കോ ലിറ്ററേച്ചറിലേക്കോ അല്ലെങ്കിൽ വേൾഡ് പീസിലേക്കോ തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ മേളത്തെ റിക്വയർമെന്റ്സ് ഒന്നും ഫുൾഫില്ല് ചെയ്യണമെന്ന് ഇല്ല. ഇനി അടുത്തത് സിറ്റിസൺഷിപ്പ് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി, സെക്ഷൻ 7 ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു പുതിയ ടെറിട്ടറി ഇന്ത്യയുടെ ഭാഗമാകുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആ ടെറിട്ടറിയിൽ താമസിക്കുന്ന ആ വ്യക്തികൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഗ്രാന്റ് ചെയ്യും. ഇനി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നോക്കാം. റിനൗൺസിയേഷൻ, സെക്ഷൻ 8 ഓഫ് ദ സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ഏജ്, ദാറ്റ് മീൻ 18 ഇയേഴ്സ് ഓഫ് ഏജ് അറ്റൈൻ ചെയ്ത ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന്, ഒരു ഇന്ത്യൻ സിറ്റിസണ് തൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഡിക്ലറേഷൻ വഴി. ഇപ്പോൾ ഒരു വാറിന്റെ സമയത്താണ് ഇദ്ദേഹം തൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റിജക്റ്റ് ചെയ്യുന്നെങ്കിൽ ആ ഡിക്ലറേഷൻ ആണെങ്കിൽ വിത്ത്ഹെൽഡ് ചെയ്യും ഈ വാർ കഴിയുന്നിടം വരെ. അതുപോലെ തന്നെ ഇപ്പൊ പേരൻസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഡിക്ലറേഷൻ വഴി മീൻസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചിൽഡ്രൻസിന്റെ സിറ്റിസൺഷിപ്പ്
ലോസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ചിൽഡ്രൻസിന് 18 വയസ്സായി കഴിഞ്ഞിട്ട് വിതിൻ 1 ഇയർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വീണ്ടും സ്വീകരിക്കാനും സാധിക്കും. ഇനി അടുത്തത് ടെർമിനേഷൻ ആണ്. സെക്ഷൻ 9 ഓഫ് ദ സിറ്റിസൺഷിപ്പ് ആക്ട് ആണ് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊരു കൺട്രിയുടെ സിറ്റിസൺഷിപ്പ് വോളണ്ടറിലി അക്വയർ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്യും. ഇപ്പൊ പ്രൊവിഷൻ സെക്ഷൻ 10 ആണ്. ഒരു സെൻട്രൽ ഗവൺമെന്റിന് ഒരു വ്യക്തിയുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കമ്പൽസറി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഫോൾസ് റെപ്രസെന്റേഷൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലന്റ് പ്രോസസ്സ് വഴിയോ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് സെൻട്രൽ ഗവൺമെന്റിന് കമ്പൽസറി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തിയാണെങ്കിൽ ഡിസ്ലോയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു രീതിയിലും പെരുമാറുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷനെതിരെ ഡിസ്ലോയൽ ആയിട്ട് പെരുമാറുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പും സെൻട്രൽ ഗവൺമെന്റിന് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വോറിന്റെ സമയത്ത് ഇന്ത്യയുമായിട്ട് എനിമിറ്റി ഉള്ള കൺട്രികളുമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റിസൺഷിപ്പും സെൻട്രൽ ഗവൺമെന്റിന് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വ്യക്തി ഇപ്പൊ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തു, അത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഒരു 2 വർഷം തടവുള്ള ഇംപ്രിസ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റിസൺഷിപ്പും റിമൂവ് ചെയ്യാം. തന്നെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തതിന് ശേഷം 7 വർഷം ഒരു വ്യക്തി അബ്രോഡിൽ താമസിക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷം താമസിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ ഈ വ്യക്തിക്ക് ഒരു നോട്ടീസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഒരു ഇൻക്വയറി കമ്മിറ്റി ഫോം ചെയ്യും. എന്നിട്ട് ഈ ഇൻക്വയറി കമ്മിറ്റിയുടെ ഫൈനൽ ഡിസിഷൻ പ്രകാരമായിരിക്കും ഈ വ്യക്തിയുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റിമൂവ് ചെയ്യുന്നത്. നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോസിലെല്ലാം നോക്കിയായിരുന്നു, ഇന്ത്യയിൽ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. നമ്മുടെ USA പോലെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. നമുക്ക് ആകെ ഒരേ ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ഒരു സ്റ്റേറ്റ് ലെവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. നമ്മുടെ ഹിൻസ വിരോധത് സംഘ് വേഴ്സസ് മിസ്രാപൂർ മോത്തി ഖുറേഷ് ജമ്മത്ത് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് സുപ്രീം കോർട്ട് ഹെൽഡ് ചെയ്യുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്, ഒരു അസോസിയേഷൻ അല്ല. ഇന്ത്യക്കകത്ത് എല്ലാ വ്യക്തികൾക്കും ഈക്വൽ റൈറ്റ്സ് ആണ് ലീവ് ചെയ്യാനും മൂവ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും എല്ലാം ഉള്ളത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ആണ് നോക്കുന്നത്. ഈ ഓവർസീസ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു വ്യക്തി ഇന്ത്യയിലാണ് അദ്ദേഹത്തിന്റെ ഒറിജിൻ, പക്ഷെ അദ്ദേഹം റിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്നത് ഫോറിനിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് ഈസിലി വരാനും വിസ ഫ്രീ ആയിട്ട് വരാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ താമസിക്കാനുമുള്ള ബെനിഫിറ്റ് കിട്ടും ഒരു OCI കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഫുൾ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കിട്ടത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ OCI കാർ ഹോൾഡർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യൻ ഒറിജിൻ ആണുള്ളത് പക്ഷെ ഫോറിനിലാണ് താമസിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് വിസ ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു OCI കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യും. അപ്പൊ ആർക്കൊക്കെയാണ് OCI കാർ ഹോൾഡർ ആവാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 7A പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത് 26 ജനുവരി 1950 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തി, ആ വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു ഫോറിൻ സിറ്റിസൺ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് OCI കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ 26 ജനുവരി 1950 ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, പക്ഷെ ആ വ്യക്തി ഇപ്പോൾ ഒരു ഫോറിൻ സിറ്റിസൺ ആണ്, അങ്ങനെ ഒരു വ്യക്തിക്കും OCI കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ 15 ഓഗസ്റ്റ് 1947 ശേഷം ഇന്ത്യയുടെ ഭാഗമായ ഒരു ടെറിട്ടറിയിൽ ഉള്ള ഒരു വ്യക്തി, ടെറിട്ടറിയിൽ ബിലോങ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ ഒരു ഫോറിൻ സിറ്റിസൺ ആണ്. ആ വ്യക്തിക്ക് 18 വയസ്സ് പൂർത്തിയായി അല്ലെങ്കിൽ എന്താണ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്കും ഒരു OCI കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു OCI കാർ ഹോൾഡറിന്റെ ചൈൽഡിന്, ഗ്രാൻഡ് ചൈൽഡിന് ഒരു OCI കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ OCI കാർ ഹോൾഡറിന്റെ മൈനർ ചിൽഡ്രന് OCI കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 2 പേർ ഈ ഒരു മൈനർ ചൈൽഡിന്റെ ബോത്ത് പേരൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരൻസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെങ്കിൽ ആ മൈനർ ചൈൽഡിന് OCI കാർ ഹോൾഡർ ആവാം.
OCA കാർ ഹോൾഡറിന്റെ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസന്റെ സ്പൗസിന് OCA കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും അണ്ടർ സെക്ഷൻ 7. പക്ഷെ ഈ സ്പൗസ് OCA കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ മാരേജ് എന്ന് പറഞ്ഞാൽ ഈ OCA കാർ ഹോൾഡറും ഈ സ്പൗസും തമ്മിലുള്ള ആ മാരേജ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് തൊട്ട് മുന്നാകെ 2 വർഷം സബ്സിസ്റ്റ് ചെയ്ത ഒരു മാരേജ് ആയിരിക്കണം എന്നിവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി സിറ്റിസൺ ഓഫ് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ആണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് OCA കാർ ഹോൾഡർ ആവാൻ വേണ്ടി സാധിക്കത്തില്ല. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു OCA കാർ ഹോൾഡർ ആകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ചില കൺട്രിയിലെ സിറ്റിസണ്. ആ സിറ്റിസണും OCA കാർ ഹോൾഡർ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സെക്ഷൻ 7B പറയുന്ന റൈറ്റ്സ് ഓഫ് ആൻ OCA കാർ ഹോൾഡർ ആണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ എന്താണ് അദ്ദേഹത്തിന് വിസ ഫ്രീ ആയിട്ട് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി സാധിക്കും. FRRO ആയിട്ടും FRO ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹം. അതുപോലെ തന്നെ എക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഫീൽഡ്സിൽ കുറേ ബെനിഫിറ്റ്സ് ഈ NRIസിന് കിട്ടും. എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കാം, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. പക്ഷെ ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റേഷൻ പ്രോപ്പർട്ടി ഈ OCA കാർ ഹോൾഡറിന് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി OCA കാർ ഹോൾഡേഴ്സിന് അവൈലബിൾ അല്ലാത്ത റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്കൊരു പബ്ലിക് എംപ്ലോയ്മെന്റിൽ ആർട്ടിക്കിൾ 16 പ്രകാരമുള്ള പബ്ലിക് എംപ്ലോയ്മെന്റിൽ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. പിന്നെ ഒരു പ്രസിഡന്റ് ആയിട്ട് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 124 പ്രകാരം സുപ്രീം കോടതി ജഡ്ജ് ആവാൻ പറ്റില്ല, ഹൈക്കോടതി ജഡ്ജ് ആവാൻ വേണ്ടി സാധിക്കത്തില്ല, വോട്ടർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല, MP ആയിട്ടുള്ള എലിജിബിലിറ്റിയും അദ്ദേഹത്തിന് ഇല്ല, ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും. അതുപോലെ തന്നെ എന്താണ് MLA MLC ആയിട്ടുള്ള എലിജിബിലിറ്റിയും അദ്ദേഹത്തിന് ഇല്ല. ഗവൺമെന്റ് പോസ്റ്റിലേക്ക് ഈ OCA കാർ ഹോൾഡറിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ ചില സാഹചര്യത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഈ OCA കാർ ഹോൾഡറിനെ ഗവൺമെന്റ് പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യും. ആ സാഹചര്യം കുഴപ്പമില്ല. അല്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റ് പോസ്റ്റിലേക്ക് ഇദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരു OCA കാർ ഹോൾഡറിന്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വോളണ്ടറിലി റിജക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ OCA രജിസ്ട്രേഷൻ ഫ്രോഡുലന്റ്ലി അക്വയർ ചെയ്യുകയാണെങ്കിലോ കോൺസ്റ്റിറ്റ്യൂഷനോട് എന്തെങ്കിലും ഒരു ഡിസ്ലോയാലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള എനിമി കൺട്രീസുമായിട്ട് എന്തെങ്കിലും ഒരു ട്രേഡിൽ ഏർപ്പെട്ടാൽ, ഒരു അൺലോഫുൾ ട്രേഡിൽ ഏർപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ 2 വർഷം ഇംപ്രസ്മെന്റ് ഈ വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് ഓർഡറിനോ ഇന്റഗ്രിറ്റിക്കോ സൊവേർജിനിറ്റിക്കോ ഒരു ഭീഷണി ഈ വ്യക്തി ആകുകയാണെങ്കിൽ ആ വ്യക്തിയുടെ എന്താണ് OCA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.